ഹെയർ ഫോളിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും, ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരിക്കും, ഷുവർ ആണ് കേട്ടോ. ഈ ഒരു ഡ്രൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ തേച്ചിട്ടും എങ്ങനെ കെയർ ചെയ്തിട്ടും നിങ്ങളെ ഹെയർ ഫോൾ നിൽക്കുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കാനാണ് ഒരു 90% ചാൻസും ഇതാണ് കേട്ടോ. സ്വിച്ച് ഇട്ട മാതിരിയായിരുന്നു എന്റെ ഹെയർ ഫോൾ നിന്നിട്ടുണ്ട്. അപ്പൊ സത്യം പറയാണ്, സ്വിച്ച് ഇട്ട പോലെ നമ്മളെ ഹെയർ ഫോൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മെയിൻ പ്രോബ്ലം എന്ന് വന്നിട്ടുള്ളത്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കുട്ടി വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി കൊഴിച്ചിലിനെ പറ്റിയൊരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ മുടി കൊഴിച്ചിൽ എങ്ങനെയാന്ന് നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തായാലും നമ്മുടെ മുടി എന്നും നമുക്ക് കൊഴിയും. അതായത് നമ്മുടെ ശരാശരി ഒരാളുടെ തലയില് 1 ലാഖിനടുത്ത് അല്ലെങ്കിൽ 1 ലാഖോളം മുടി ഉണ്ട് എന്നാണ് ഒരു കണക്ക് കേട്ടോ. ഒരു ശരാശരി 1 ലക്ഷത്തിൽ പരം മുടി ഉണ്ട് ഒരു നോർമൽ ഒരാളുടെ തലയിൽ നിന്നാണ് പറയുക. അപ്പൊ ഈ ഒരു 1 ലാഖില് 50 to 100 സംതിങ് ഹെയർസ് ഡെയിലി നമുക്ക് കൊഴിഞ്ഞു പോകും. അത് നോർമൽ ആണ്, അതൊരു ഹെയർ ഫോൾ കണ്ടീഷൻ അല്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ഫോളിങ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ പലതരം ഹെയർ പാക്ക്, ഹെയർ ഓയിലിങ്, ഒരുപാട് ഹെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടും നമ്മുടെ ഹെയർ ഫോൾ മാറുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്കായ പോലും, ഞാൻ നിങ്ങൾക്കായാലും ഒരുപാട് ഹെയർ പാക്സ്, സ്കിൻ കെയർ പാക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ഹെയർ ഫോൾ അതുപോലെ ഉണ്ട്, അതിനേക്കാൾ കൂടുകയാണെന്നൊക്കെ പറയുന്നവർക്കുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനടക്കം എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്റേത്. അപ്പൊ അത് കാരണം എനിക്ക് ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്ന കാര്യമാണ് നിങ്ങളോട് ഷെയർ ആക്കാൻ പോകുന്നത്. ഒരു 3 മില്ലിമീറ്റർ ആണ് നമ്മുടെ മുടി വളർച്ച എന്നുള്ളത്. അതിനിപ്പോ എന്തൊക്കെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു അളവിൽ നമുക്ക് ഡെയിലി മുടി വളരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ ഒരു മുടി വളർച്ചയും അല്ലെങ്കിൽ മുടി കൊഴിച്ചില്, ഇതിനൊക്കെ നമ്മൾ എത്രയൊക്കെ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും ഒരു മാറ്റവും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് പറഞ്ഞു വരുന്നത്, ഞാനിപ്പോ കുറച്ച് ടെസ്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ടെസ്റ്റില് മിനിമം നിങ്ങൾ കുറച്ച് ടെസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾ മിനിമം ഒരൊറ്റ ടെസ്റ്റെങ്കിലും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഞാനിതിങ്ങനെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയാൻ കാരണം, ഞാനടക്കം എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഇനിയിപ്പോ എന്റെ അമ്മ ആയിക്കോട്ടെ, ഇതുപോലെ മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. മിക്ക പെണ്ണുങ്ങൾക്ക് ഇത് കൂടുതലാണ്, അതുപോലെ ആണുങ്ങൾക്കും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങൾക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ മിക്ക ഡോക്ടേഴ്സും ഈ ഒരു ഹെയർ ഫോളിനായിട്ടും കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന് എഴുതി കൊടുക്കുന്ന ടെസ്റ്റാണ് വിറ്റമിൻ D3 എന്ന് പറഞ്ഞ ടെസ്റ്റ്. അത് എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഒരു ടെസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് വിറ്റമിൻ D3 എന്ന് പറഞ്ഞ ടെസ്റ്റ്. വിറ്റമിൻ D ഡെഫിഷ്യൻസി വരുന്ന ടൈമിൽ നമുക്ക് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന പ്രോബ്ലം ആണ് നമ്മുടെ ഹെയർ ഫോൾ എന്ന് പറഞ്ഞത്. അതികഠിനമായിട്ടുള്ള ഹെയർ ഫോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. ഞാൻ വീക്ക്ലി ആയിക്കോട്ടെ, വീക്ക്ലി ട്വൈസും ത്രൈസും ഒക്കെ ആയിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഹെയർ ഓയിലിംഗ് ചെയ്ത ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ആയിരുന്നു. എന്റെ റൂം മുഴുവനായിട്ട് ഫുൾ കംപ്ലീറ്റ് ഹെയർ പൊട്ടിപ്പോവുക, ഹെയർ ഫോളിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു വൈറ്റമിൻ D3. എനിക്ക് നല്ല ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതിന്റെ മരുന്ന് കുടിച്ചിട്ട് വെറും 1 മന്ത് ഞാൻ 4 ടാബ്ലറ്റ്സ് എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് വീക്ക്ലി വൺസ് എങ്ങാണ്ട് കുടിക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്വിച്ച് ഇട്ട മാതിരിയായിരുന്നു എന്റെ ഹെയർ ഫോൾ നിന്നിട്ടുണ്ടാവുക. സത്യം പറയാണ്, സ്വിച്ച് ഇട്ട പോലെ നമ്മളെ ഹെയർ ഫോൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മെയിൻ പ്രോബ്ലം എന്ന് വന്നിട്ടുള്ളത്, എന്റെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി കാരണമായിരുന്നു എന്റെ ഹെയർ ഫോള് അത്രയ്ക്ക് ഉണ്ടാവാൻ കാര്യം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇതായിരിക്കും നിങ്ങളുടെ മെയിൻ പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ നോർമൽ വാല്യൂ വന്നിട്ടുള്ളത് 30 to അല്ലെങ്കിൽ 40നും കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഇനി എന്നാൽ പോലും ഒരു 30 to 100നുള്ളിലാണ് ഇതിന്റെ ഒരു റേഞ്ച് വരേണ്ടത്. നമുക്ക് നമ്മുടെ റിസൾട്ട് വരേണ്ടത് അത്രയാണ്. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഹെൽത്തിന് അനുയോജ്യമായിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. പക്ഷെ എനിക്കുണ്ടായിരുന്നത് 19 എങ്ങാണ്ടാണ് കേട്ടോ. നിങ്ങൾ കേൾക്കണം, 19 എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ അടുത്ത് എന്റെ അമ്മ കൺസൾട്ട് ചെയ്തപ്പോഴും അമ്മയ്ക്ക് ടെസ്റ്റ് ചെയ്തു, ഇതുപോലെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ പല സിംറ്റംസ് ഉണ്ടായിരിക്കും. ഹെയർ ഫോൾ ആണ് മെയിൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മസിൽ പെയിൻസും, അതുപോലെ ഒരു ഡിപ്രഷൻ പോലെയുള്ള ഒരു മൂഡ് സ്വിങ്സ് കാര്യങ്ങള്, അങ്ങനെ കുറച്ച് സിംറ്റംസും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസി നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുള്ള കുറച്ച് ചാർജ് ഉണ്ട്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ടെസ്റ്റാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇതൊരു 20-ന് താഴെയാണ്, അല്ലെങ്കിൽ 20 സംതിങ് 30-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ അതിൽ ട്രീറ്റ്മെന്റ് എടുക്കുക. നിങ്ങളുടെ ഹെയർ ഫോളിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും, ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരിക്കും, ഷുവർ ആണ് കേട്ടോ. ഈ ഒരു ഡെഫിഷ്യൻസി കാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ തേച്ചിട്ടും എങ്ങനെ കെയർ ചെയ്തിട്ടും നിങ്ങളെ ഹെയർ ഫോൾ നിൽക്കുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കാനാണ് ഒരു 90% ചാൻസും ഇതാണ് കേട്ടോ. പിന്നെയുള്ള കുറച്ചുകൂടെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുത്ത പനി വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്, ഡെങ്കു, കൊറോണ ഇതുപോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മുന്നേ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റീസൺ കാരണവും ഇതുപോലെ ഹെയർ ഫോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെയുള്ളത് തൈറോയ്ഡ് ആണ്. നിങ്ങൾ TSH അല്ലെങ്കിൽ TFT എന്ന് പറഞ്ഞ ടെസ്റ്റ് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതും നന്നായിരിക്കും. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും റീസൺ ആകും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ പറയുന്നു, വൈറ്റമിൻ D എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ ഹെയർ ഫോളിന്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ വാട്ടർ ഇൻടേക്ക്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതും, അത്രയും വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ വെള്ളം കൂടിയും ഒരു കാരണമാണ്. പക്ഷെ അതൊക്കെ നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു ഇതാണ്. നമ്മൾ ഹെയർ പാക്കും കാര്യങ്ങളും പുറത്ത് ഇങ്ങനെ ഇട്ട് അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഇനി എന്തൊക്കെ അടങ്ങിയിട്ടുള്ള, എന്തൊക്കെ റോസ്മേരിയോ എന്തൊക്കെ ബയോട്ടിനോ എന്തടങ്ങിയിട്ടുള്ള പാക്കായാലും നമ്മൾ ഉള്ളിലുള്ള ഇത്തരം കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് വെറുതെ നഷ്ടമാണ്. ആ ക്യാഷ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു പരിഹാരമെങ്കിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടീന്, ബയോട്ടിന്, അയണ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ HB, കാൽഷ്യം അത്തരം ടെസ്റ്റൊക്കെ നോർമൽ ആണോ എന്നുള്ളത് കൺഫേം ചെയ്ത് വെക്കുക കേട്ടോ. രക്തക്കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പരിഹരിക്കുക. അയൺ ഡെഫിഷ്യൻസി ഒക്കെ മെയിൻ ആണ്. അപ്പൊ ഇത് ഏറെക്കുറെ ഇങ്ങനത്തെ ഫുഡിലൂടെ എന്താ പറയാ നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഫിഷ്, എഗ് അല്ലെങ്കിൽ നട്ട്സ്, അതുപോലെ തന്നെ ഇലക്കറികള് കാര്യങ്ങള്, അതുപോലെ നിങ്ങൾക്ക് അവക്കാഡോ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതിന്നൊക്കെ നമുക്ക് നന്നായിട്ട് വിറ്റമിൻസും പ്രോട്ടീനും അയണും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഒരുപാട് ബെനിഫിറ്റ് ആണ് കേട്ടോ അതുപോലത്തെ ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതിൽ. അപ്പൊ സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് വൈറ്റമിൻ D നമുക്ക് കിട്ടുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ചുട്ടു പൊള്ളുന്ന വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല, നമ്മളെ സ്കിന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. പക്ഷെ ഇളം വെയിലൊക്കെ കൊള്ളുന്നതൊക്കെ നമുക്ക് വിറ്റമിൻ D മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് തന്നെയാണ്. അതുപോലെ നമുക്ക് മിൽക്ക്, എഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള കഴിക്കുന്നത്, ഇലക്കറികള്, പപ്പായ, അവോക്കാഡോ, ആപ്രിക്കോട്ട്, അങ്ങനെ ഇതുപോലത്തെ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് വിറ്റമിൻ D കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഞാൻ എന്റെ മാത്രമല്ല, മിക്ക ഡോക്ടേഴ്സും പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കുന്ന ടെസ്റ്റ്, ഹെയർ ഫോള് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എഴുതുന്ന ടെസ്റ്റ് വിറ്റമിൻ D ആണ്. അത് മിക്ക പേർക്കും, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത് ഡെഫിഷ്യൻസി ഉള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇതുപോലത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളും ഈ ഒരു ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ വാരി തേക്കുക കേട്ടോ. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന പ്രശ്നമാണെന്നല്ല, ഈ ഞാനായാലും നിങ്ങൾക്ക് ഹെയർ പാക്സും കാര്യങ്ങളും സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ കടുത്ത ഹെയർ ഫോളും കാര്യങ്ങളും ഈ ഒരു കണ്ടീഷൻ നേരിടുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.